T20 ലോകകപ്പിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് ടീമുകളെല്ലാം കടന്നു കഴിഞ്ഞു. ജൂൺ 1 മുതൽ 29 വരെ USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ് T20 ലോകകപ്പ്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന ലോകകപ്പാണ് വരാനിരിക്കുന്നത്. 2013 ശേഷം ഒരു ICC ട്രോഫി പോലും നേടാത്ത ഇന്ത്യ സ്വന്തം തട്ടകത്തിൽ ഏകദിന ലോകകപ്പടക്കം നഷ്ടപ്പെടുത്തിയിരുന്നു. ഇന്ത്യക്ക് താരസമ്പത്തിൻ്റെ പ്രശ്നങ്ങളില്ല. മികച്ച താരനിരയാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ നിന്ന് ആരെയൊക്കെ ഇന്ത്യ പരിഗണിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. T20 ലോകകപ്പിന് മുൻപ് ടീം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെലക്ടർമാർക്ക് മുന്നിലുള്ള പ്രധാന തലവേദനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നായകനെ സംബന്ധിച്ചാണ്. രോഹിത് ശർമ്മയെ T20 നായകസ്ഥാനത്തേക്ക് ഇന്ത്യ തിരികെ എത്തിച്ചിരുന്നു. എന്നാൽ അഫ്ഗാൻ പരമ്പരയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. മറ്റൊരു പ്രശ്നം വിക്കറ്റ് കീപ്പിങ്ങിലാണ്. ഇന്ത്യ ആരെ വിക്കറ്റ് കീപ്പറാക്കുമെന്നത് സെലക്ടർമാരെ കുഴപ്പിക്കുന്നു. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, KL രാഹുൽ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായുള്ളത്. ഇവരിൽ ഇന്ത്യ ആരെ പരിഗണിക്കുമെന്നതാണ് പ്രധാന പ്രശ്നം. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലും സെലക്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ട്. കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ഉണ്ടാവും. എന്നാൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെ പരിഗണിക്കണമോ അതോ രവി ബിഷ്ണോയിയെ പരിഗണിക്കണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കാര്യത്തിൽ സെലക്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാവാം. ശിവൻ ദുബെ, തിലക് വർമ്മ എന്നിവരിൽ ആര് മധ്യനിരയിൽ വേണമെന്നതും സെലക്ടർമാരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. മറ്റൊന്ന്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 പരമ്പരയിലെ അവസാന മത്സരം നാളെ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ 2 കളിയും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരമ്പര തൂത്തുവാരാൻ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ ആശ്വാസ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ്റെ ലക്ഷ്യം. ഇൻഡോറിൽ 0-ന് പുറത്തായ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെത്തിയേക്കും. ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന അന്താരാഷ്ട്ര 2020 മത്സരമാണിത്. അതിനാൽ തന്നെ ലോകകപ്പ് ടീമിൽ സാധ്യത നിലനിർത്താൻ സഞ്ജുവിന് കളത്തിലെത്തി മികച്ച പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ. ഇൻഡോറിൽ നടന്ന 2ാം T20യിൽ 6 വിക്കറ്റിന് ജയിച്ചാണ് ടീം ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയത്.